ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ അഗ്രോ ഗ്രീൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ ടെറസിലുള്ള കുറച്ച് കൃഷിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് കാണിക്കുന്നത്. നല്ല മഴയാണ്. മഴയായതുകൊണ്ട് തന്നെ മൊത്തം പായലുമൊക്കെ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ചുവപ്പ് വെണ്ടയുണ്ട്, ഡ്രാഗൺ ഫ്രൂട്ട് ഒരു 3 വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ മൊത്തം കായ്ച്ച് കഴിഞ്ഞു. ഈ വർഷത്തേക്കായി ഏകദേശം കഴിയാറായി. ഇനി അടുത്ത വർഷത്തേക്ക് നോക്കാം. പിന്നെ ഉള്ളത് കുറച്ച് വെണ്ടയും തക്കാളിയും വഴുതനയുമാണ്. ചെറിയ ബാഗുകളിലാണ് നട്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറവുണ്ട് കൃഷിയിൽ. നമുക്ക് കുറച്ച് സ്ഥലമുള്ള ബാഗൊക്കെ നടുകയാണെങ്കിൽ വഴുതനങ്ങയൊക്കെ നല്ല രീതിയിൽ വിളവെടുക്കാൻ കഴിയും. ചെറിയ ബാഗിലൊക്കെ നട്ട് കഴിഞ്ഞാൽ വിളവ് വളരെ കുറയുന്നതാണ്. ഇത് ഒരു സൈസ് മുളകാണ്. നല്ല നീളമുള്ള, ഏകദേശം ഒരു 12 സെൻറ്റിമീറ്ററൊക്കെ വരുന്ന മുളകാണ്. നല്ലൊരു മുളകാണ്. കൂടുതൽ എരിയൊന്നുമില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ നീളം കാരണം. കൂടാതെ വേറെ കുറേ അധികം മുളകുകളും ഞാനിതിൽ നട്ടിട്ടുണ്ട്. കാന്താരി മുളക്, അതുപോലെ തന്നെ നീലമുളക്, അങ്ങനെ കുറച്ചധികം മുളകുകൾ, വെറൈറ്റി മുളകുകൾ നട്ടിട്ടുണ്ട്. അതൊക്കെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ കുറച്ച് സ്ഥലമുണ്ടെങ്കിൽ പോലും നല്ല രീതിയിൽ കൃഷി ചെയ്ത് വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കൂടാതെ ഫ്രൂട്ട്സിൻ്റെ ഒരു കളക്ഷനും എൻ്റെ കയ്യിൽ ഉണ്ട്. ഫ്രൂട്ട്സും ആയി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ശ്രമിക്കുക. വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ്. തക്കാളിയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഭയങ്കരമായ ടേസ്റ്റാണ് നമ്മൾ വിളയിച്ചെടുത്താൽ ഉള്ള തക്കാളിക്ക്. അത് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് അറിയാൻ പറ്റുകയുള്ളൂ. നമ്മൾ വളരെയധികം വ്യത്യാസമുള്ള ഒന്നാണ് നമ്മൾ വീട്ടിൽ വിളയിക്കുന്ന തക്കാളി. അതുപോലെ ഈ മുളക് ബീം മുളക് എന്ന് പറയും. നല്ല വലിപ്പമുള്ള മുളകാണ്. ബജ്ജി മുളക് പോലെ തന്നെ ഉള്ള മുളകാണെങ്കിലും ചെറിയ എരിവുണ്ട്. നല്ല ഒരു മുളകാണ്. ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയ വിത്തുകളാണ് ഇതെല്ലാം. അപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.